പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും LED സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പോളി ഷീറ്റ് ഉപയോഗിച്ച് എങ്ങനെ ഒരു റൗണ്ട് ബോർഡ് നിർമ്മിക്കാമെന്നതാണ്. എൻ്റെ പേര് സുധി. ഞാൻ കൊല്ലം ജില്ലയിലെ LED സെന്റർ എന്ന ഷോപ്പിൽ നിന്നാണ് സംസാരിക്കുന്നത്. LED പിക്സൽ ഉപയോഗിച്ച് ഒരു റൗണ്ട് ബോർഡ് ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത്. എൻ്റെ കയ്യിൽ കാണുന്ന ഈ ഒരു ബോർഡാണ് പോളി ഷീറ്റ്. ഈ ഒരു പോളി ഷീറ്റ് നമുക്ക് ചുരുട്ടി എവിടേക്ക് വേണമെങ്കിലും അയക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ഇത് വെയിലത്തും മഴയത്തും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയും. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഫിഗർ ബോർഡുകൾ, റൗണ്ട് ബോർഡുകൾ എല്ലാം നിർമ്മിക്കുന്നത് ഈ ഒരു പോളി ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ്. പോളി ഷീറ്റിൽ കട്ട് ചെയ്ത രൂപങ്ങൾ, റൗണ്ട് ബോർഡിൻ്റെ സാധനങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കേരളത്തിലോ ഇന്ത്യയിലോ എവിടെയാണെങ്കിലും ഈ ഒരു സാധനം കൊറിയറായിട്ട് അയച്ചു തരാൻ കഴിയുന്നതാണ്. ഈ ഒരു പോളി ഷീറ്റ് എങ്ങനെ നമുക്ക് ബോർഡാക്കി മാറ്റാമെന്ന് നോക്കാം. ആദ്യം തന്നെ പോളി ഷീറ്റ് നിവർത്തി വെച്ചിട്ട് ടേപ്പ് ഉപയോഗിച്ച് അളവെടുക്കുക. അപ്പോൾ ഈ ഒരു അളവ് കുറിച്ച് വയ്ക്കുക. ഇപ്പോൾ ഇത് വന്നിട്ട് 67 ഇഞ്ചുണ്ട്, പിന്നെ 61 ഇഞ്ചുണ്ട്. അങ്ങനെ 67/61 ഒരു റെക്റ്റാങ്കിളാണ് നമുക്ക് ഈ ഒരു ബോർഡിന് വേണ്ടിയിട്ട് പണിയാനുള്ളത്. അപ്പോൾ ഇങ്ങോട്ടുള്ളത് 61 ഇഞ്ചാണ്, തിരിച്ചുള്ളത് 67 ഇഞ്ച്. അപ്പോൾ 61/67 ഒരു ഫ്രെയിം നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ആ ഫ്രെയിം നിർമ്മിച്ച ശേഷമാണ് ഇതിനകത്തേക്ക് LED ഫിക്സ് ചെയ്യുക. ഇത് 61 ഇഞ്ച് നീളമുള്ള 1.1 സ്ക്വയർ ട്യൂബാണ്. ഇതിൻ്റെ കോർണറൂടെ കട്ട് ചെയ്താലാണ് ഇത് ഫിനിഷ് ആവുക. നമുക്കിനി 67 ഇഞ്ചിൻ്റെത് 2 പീസ് കൂടെ കട്ട് ചെയ്യാനുണ്ട്. 61 ഇഞ്ചിൻ്റെ ഒരു പീസ് കൂടെ. അലൂമിനിയത്തിൻ്റെ പീസുകൾ അളവിനനുസരിച്ച് കട്ട് ചെയ്ത് കോർണർ പീസ് ഇട്ടിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി 4 മൂലയ്ക്കും സ്ക്രൂ ഉറപ്പിച്ച് അതിനെ ഒന്ന് ടൈറ്റ് ചെയ്യാണ് വേണ്ടുന്നത്. ഫ്രെയിമിൻ്റെ 4 മൂലയ്ക്കും സ്ക്രൂ ചെയ്ത് അത് ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്ത് പോളി ഷീറ്റ് വെച്ച് സ്ക്രൂ ചെയ്യാന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. പോളി ഷീറ്റ് ഫ്രെയിമിൻ്റെ മുകളിൽ വെച്ചിട്ട് സ്ക്രൂ ചെയ്യുകയാണ്. ഈ ഒരു പോളി ഷീറ്റിൽ ബൾബ് വയ്ക്കുന്ന ഐഡിയയെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാം. ഈ ഒരു ഷീറ്റ് റൗണ്ട് ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് ഒന്നാമത്തെ ഹോളായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഹോള് ഒന്നാമത്തെ ഹോളായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് നമ്മൾ ഇങ്ങനെ എണ്ണി വരികയാണെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്കും 30 ഹോളാണുള്ളത്. അടുത്ത സർക്കിളിലും നമ്മൾ നോക്കുകയാണെങ്കിൽ 30 ഹോളും ഉണ്ടാവും. അതിൻ്റെ മുകളിലും 30 ഹോള്. അങ്ങനെയുള്ള സർക്കിളിൻ്റെ എണ്ണം നമ്മൾ എടുക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അങ്ങനെ 10 സർക്കിളുകളാണുള്ളത്. ഓരോ സർക്കിളിലും 30 ഹോള് വീതമായിരിക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബോർഡിനെ പറയുന്നത് 10-30 സർക്കിൾ എന്നാണ്. 10 സർക്കിളും ഒരു സർക്കിളിൽ 30 LED ആണ് വരുന്നത്. ഈ കാണുന്നതാണ് പിക്സൽ LED. ഈ പിക്സൽ LED ആണ് ആ ഒരു ബോർഡിനകത്തേക്ക് ഉപയോഗിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഡയമീറ്റർ 12 mm ആയതുകൊണ്ടാണ് ആ ഒരു ബോർഡിലെ ഹോളുകളും 12 mm ഇടുന്നത്. ഇതുപോലെയുള്ള 6 സെറ്റാണ് നമ്മൾ ഈ ബോർഡിന് ഉപയോഗിക്കുന്നത്. 6 സെറ്റ് പിക്സലും ആദ്യമേ തന്നെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്യാം. ബോർഡിനകത്ത് ബൾബ് വെക്കുന്നതിന് മുന്നേ തന്നെ ബൾബ് ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബോർഡിനകത്ത് വെച്ച് കഴിയുമ്പോൾ പിന്നീട് അത് ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു ബോർഡിൽ ബൾബ് ഫിക്സ് ചെയ്യുന്ന കാര്യം പറഞ്ഞുതരാം. അത് ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. ബൾബിൻ്റെ സ്റ്റാർട്ടിങ് ഇവിടെ സെൻറ്ററിൽ നിന്നാണ് തുടങ്ങുക. ബൾബിന് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഉണ്ട്. അപ്പോൾ ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ ബൾബ് വർക്ക് ചെയ്യുന്ന എൻഡാണ് ബൾബിൻ്റെ സ്റ്റാർട്ടിങ്. അത് ഈ ഒരു ഹോളിൽ കൊടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ബൾബ് ഇവിടെ കൊടുക്കും. മൂന്നാമത്തത്, നാലാമത്തത്, അഞ്ചാമത്തത്, ആറാമത്തത്, ഏഴാമത്തത്, 8, 9, 10
അങ്ങനെ മുകളിൽ വരെ വന്നതിന് ശേഷം അടുത്ത 11ാമത്തെ ബൾബ് ഇവിടെയാണ് കൊടുക്കുക. അവിടുന്ന് താഴേക്ക് ഇങ്ങനെ വരും. അത് സെൻറ്ററിൽ വന്ന് അവസാനിച്ചിട്ട് അടുത്ത ബൾബ് ഇപ്പുറത്തെ ഹോളിലേക്ക് കൊടുത്ത് മുകളിലേക്കാണ് അത് കെട്ടി വരിക, വെച്ച് വരുന്നത്. പിന്നെ അടുത്ത വരിയിലേക്ക് പോവും, അവിടുന്ന് താഴേക്ക്. ഇങ്ങനെ ഒരു എസ് കണക്ഷൻ മോഡലിലാണ് ഇതിനകത്തേക്ക് ബൾബ് അറേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ തന്നെ ചെയ്താലാണ് ഡിസൈൻ ഭംഗിയിൽ കിട്ടുള്ളൂ. ബൾബ് വയ്ക്കുമ്പോൾ അതിനകത്ത് ലോക്ക് വീണത് ടൈറ്റായിട്ട് ഇരുന്നോളും. വേറെ പശയോ കാര്യങ്ങളോ ഒന്നും അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഫ്രണ്ടിൽ നിന്ന് തള്ളി പിടിച്ചിട്ട് പുറകിൽ നിന്ന് പുഷ് ചെയ്ത് വെച്ച് കൊടുത്താൽ മാത്രം മതി. ബൾബ് അവിടെ അറേഞ്ച് ആയിട്ട് ഇരുന്നോളും. ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ്. ബൾബ് കയറി കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇപ്പോൾ സെൻറ്ററിൽ നിന്ന് വെച്ച് മുകളിൽ ഒരു അവസാനിച്ച ശേഷം തൊട്ട് വരിയിൽ നിന്ന് താഴോട്ട് ഇത് കുത്തി വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സെറ്റ് ബൾബ് 50 ബൾബ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ അടിയിൽ തുടങ്ങി മുകളിൽ വരെ കൊണ്ടുവന്നിട്ട് ഇവിടോട്ട് ജമ്പ് ചെയ്ത് താഴോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, ഇതിനിപ്പോൾ വലിയ സർക്കിളാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വയറ് കണക്റ്റ് ആവില്ല. അപ്പോൾ 5 ഇഞ്ചിൻ്റെ ബൾബ് ഉപയോഗിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണ് വലിയ സർക്കിളുകൾ വരുമ്പോഴത്തേക്കും ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി ബൾബ് ഇവിടെ വന്ന് അവസാനിച്ചിട്ടുണ്ട്. അവിടുന്ന് വീണ്ടും നമ്മൾ അടുത്ത സെറ്റ് അടുത്ത വരിയിൽ കൊടുത്ത് ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് ഇത് ഫില്ല് ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ബോർഡിനകത്ത് ഫുൾ LED എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് കണക്ടർ എല്ലാം ഫിക്സ് ചെയ്ത് പവർ കൊടുക്കുക എന്നുള്ള ഒരു ജോലി, പിന്നെ കൺട്രോളർ കൊടുക്കുക എന്നുള്ളത്, ഇതാണ് ഇനി ബാക്കിയുള്ളത്. ഇപ്പോൾ LED തമ്മിൽ കണക്ട് ചെയ്യുകയാണ്. LED തമ്മിൽ ക്ലിപ്പ് ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. ഈ ഒരു ബോർഡിലെ ഓരോ പോയിന്റിലും നമ്മൾ പ്ലസ് മൈനസ് 1² mm കേബിൾ ഉപയോഗിച്ച് വയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ വീണ്ടും ഇടയിൽ എവിടെയൊക്കെ പോയിന്റുകൾ പുറത്തോട്ട് വരുന്നോ അവിടെയൊക്കെ 1² mm വയർ ഉപയോഗിച്ചിട്ട് വയർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ സ്റ്റാർട്ടിങ്ങിലെ കേബിള്, ഇവിടെ ഒരു പച്ച കേബിൾ കാണാനായിട്ട് പറ്റും. ഈ ഒരു പച്ച കേബിളാണ് ഡാറ്റ. ഇവിടെ ഒരു കൺട്രോളർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് 1060 സർക്കിളിൻ്റെ കൺട്രോളർ. ഈ ഒരു സർക്കിളിൻ്റെ കൺട്രോളറിനകത്ത് പ്ലസും മൈനസും കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പ്ലസും മൈനസും കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഈ ഒരു കൺട്രോളർ വർക്കിംഗ് ആവും. ഇതിൻ്റെ ഈ പച്ച വയറാണ് ഡാറ്റ ഔട്ട്പുട്ട്. ഈ ഡാറ്റ ഔട്ട്പുട്ടാണ് LED നമ്മൾ ഫീഡ് ചെയ്യുന്നത്. അപ്പോഴാണ് ഈ ഒരു ബോർഡ് ഡാറ്റ കിട്ടിയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബോർഡിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ വയറുകളും ഇവിടെ ഒരു SMPSനകത്ത് പ്ലസ് മൈനസ് കൊടുക്കുകയാണ്. ഇത് 5 വോൾട്ടിൻ്റെ 20 ആംപിയറിൻ്റെ SMPS ആണ്. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് പ്ലസ് മൈനസ് എവിടെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അവിടെയൊക്കെ സ്ക്രൂ ചെയ്തിട്ട് കൊടുക്കുകയാണ് നമ്മൾ. ഇവിടെ ഡാറ്റ വയറും കൂടെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൺട്രോളർ തൊട്ട് പുറകിൽ തന്നെ വരും. SMPS വേണമെങ്കിൽ കുറച്ച് അകലത്തിൽ വയ്ക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വയറിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോർഡിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടാവുക. ഇനി ഈ ഒരു SMPSനകത്ത് ഫേസ് ന്യൂട്രൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഫേസ് ന്യൂട്രൽ കൊടുക്കാനുള്ള ഓപ്ഷനിൽ നമ്മൾ റെഡ് ബ്ലാക്ക് വയർ കൊടുത്തതിന് ശേഷം SMPS കറണ്ടിൽ കുത്തുക എന്നുള്ളതാണ് അടുത്ത ജോലി. അപ്പോൾ ഈ ഒരു വയറെടുത്ത് പ്ലഗ് ചെയ്യുമ്പോൾ തന്നെ SMPS വർക്ക് ചെയ്യുകയും കൺട്രോളറിനും ബോർഡിലുള്ള എല്ലാ LEDക്കും 5 വോൾട്ട് DC കിട്ടുകയും ചെയ്യും. അതിനകത്ത് ഡിസൈൻ വരും. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ബോർഡിനകത്ത് ഡിസൈന് കാര്യങ്ങളൊക്കെ വരുന്നതെന്നുള്ളത്. അപ്പം ബോർഡ് ഓണാക്കി വർക്കാവുന്നുണ്ട്. ഇതുപോലെയുള്ള പല കളറിൽ ഡിസൈനുകൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്കും സ്വന്തമായിട്ട് ഒരു ബോർഡ് ചെയ്യാനായിട്ട് പറ്റും. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ കോളിൽ വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബോർഡ് ചെയ്യാവുന്ന ഒരു ഇതിലേക്ക് നമ്മളുടെ ആ ഒരു ഗൈഡൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്.